ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുരിങ്ങയിലെ മുട്ടയും കൂടെ ചേർത്തൊരു തോരൻ വയ്ക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് മുരിങ്ങയില, 3 മുട്ട, 1/2 കപ്പ് ഒനിയൻ അരിഞ്ഞത്, 1/2 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 തണ്ട് കരിയാപ്പല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കാം. ഈ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അപ്പം അതിന് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഞാനൊരു പാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കടുക് ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർക്കാം. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം 1 മിനിറ്റായിട്ട് ഞാൻ വഴറ്റുന്നുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ഈ മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയിലെല്ലാം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ഉപ്പൂടെ ചേർക്കാം. നമുക്ക് ഇനി 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ മുട്ട ചേർക്കാം. ഇനി ഈ മുട്ടയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ തേങ്ങ അരച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു 12 തണ്ട് മുരിങ്ങയിലയാണ് ഞാൻ ഈ തോരനായിട്ട് എടുത്തിരുന്നത്. ഏകദേശം 1 മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. തോരനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ട്രേയിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ മുരിങ്ങയില മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.